ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വിഷുക്കണി ഒരുക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഉരുളിയിൽ ആദ്യം ഉണങ്ങലരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നെല്ല് ഇടണം എന്നാണ്, പക്ഷെ നെല്ല് നമുക്ക് കിട്ടിയില്ല. അതേപോലെ നമ്മളിവിടെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്ന ഒരു വിഷുക്കണി ഒരുക്കലാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കണം. ഇവിടെ നമ്മൾ ആദ്യം ഇതിലേക്ക് കണിവെള്ളരിയാണ് വെച്ചത്. അതിനുശേഷം ചക്ക വെച്ചു, പിന്നെ മാമ്പഴം, അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നമുക്കിവിടെ വെക്കാം. സോ ഞാൻ കളക്ട് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കുറച്ചധികം ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെടുത്ത ഉരുളി ചെറുതുമായിപ്പോയി. അതുകൊണ്ട് ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കിവിടെ ആവശ്യമുണ്ടായിരുന്നത്, നമുക്ക് വേണ്ട സാധനം കസവുമുണ്ട്, അല്ലെങ്കിൽ അലക്കി തേച്ച ഒരു വസ്ത്രം, പിന്നെ വെറ്റില, അടക്ക, അതേപോലെ മെയിൻ പാർട്ട് നമ്മുടെ കണിക്കൊന്ന. ഇവിടെ ഞാനാണെങ്കിൽ സാധനം വെച്ചിട്ട് ശരിയായ രീതിയിലാവാത്തത് കൊണ്ട് മാറ്റി മാറ്റി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാനം നമ്മളെല്ലാം കൂടെ ഒരുവിധം ഒപ്പിച്ചെടുത്തു. എന്നാലും പൈനാപ്പിളൊന്നും നമുക്ക് വെക്കാൻ പറ്റിയില്ല. അവസാനം നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കാണുന്ന രീതിയിൽ, എല്ലാ സാധനങ്ങളും കാണുന്ന രീതിയിൽ, മാക്സിമം കാണുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ വിഷുവിൻ്റെ മെയിൻ ഐറ്റം നമ്മുടെ കണിക്കൊന്ന ഇവിടെ വെക്കുവാണ്. കണിക്കൊന്നേ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇതെങ്ങനെയാണ് ഇതിൽ വെക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം കുറച്ച് മാത്രം വെച്ചു. അതിനുശേഷം നമ്മൾ അപ്പം വെക്കുവാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഏത് അപ്പമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏത് വേണമെങ്കിലും വെക്കാം. ഇവിടെ നമ്മുടെ കയ്യിൽ ചെറിയ ഈ അപ്പം ഉണ്ടായിരുന്നു, സോ നമ്മളത് വെച്ചു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ നമ്മൾ കടല, പരിപ്പ്, ചെറുപയർ എല്ലാം വെക്കാം. സോ ഞാനിവിടെ ആണെങ്കിൽ 3 എടുത്തുള്ളൂ. അതും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു. അതേപോലെ നാക്കലയിലാണ് നമ്മൾ ഈ അലക്കിത്തേച്ച വസ്ത്രവും പിന്നെ വെറ്റിലയോ അടക്കയും വെച്ചത്. ഇവിടെ ഞാൻ ആ നാക്കലയിൽ തന്നെയാണ് നമ്മുടെ ധാന്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മുടെ കണ്ണനാണെങ്കിൽ നമ്മൾ ഒരു മയിൽപ്പീലി സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണി ഇവിടെ റെഡിയാണ്. അതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ഉരുളിയിൽ നമ്മുടെ കണ്ണാടി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണാടി ശരിക്കും ആറന്മുള കണ്ണാടിയൊക്കെയാണ് വെക്കേണ്ടതെന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായതുകൊണ്ട് നമ്മളത് വെച്ചു. സോ നമുക്കിനി കണി കാണാം, രാവിലെ എണീക്കാം. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യവും സ്നേഹവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞൊരു വിഷു ആശംസിക്കുകയാണ്. ഇതാണ് നമ്മളുടെ കണി. ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ചിരാതും പിന്നെ പൂവൊക്കെ വെച്ചു. അതൊക്കെ ഓപ്ഷണലാണ്. എല്ലാവർക്കും വിഷിങ് യു എ വെരി ഹാപ്പി വിഷു. So hope you enjoyed this vlog. Like, share and subscribe. Bye.